മാർഗം മാത്രമാണ്. എന്തിനാണ്? നമ്മളെ ബലഹീനമാക്കുകയാണ്. എന്താ ബലഹീനമാക്കണത്? എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി. നമ്മുടെ ക്ഷമ, നമ്മുടെ പവർ, ശേഷി നമ്മൾ അടിയറ വെക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ദി വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ തോറ്റു, നാട്ടുകാരുടെ മുമ്പിൽ തോറ്റു, വീട്ടുകാരുടെ മുമ്പിൽ തോറ്റു. ഇനി ഇങ്ങനെയുള്ള ചളവാരികളെ കൂടെ കൊണ്ടുപോകത്തില്ല ഞാൻ. നീ നിൽക്ക്, എനിക്ക് എൻ്റെ വഴി, നിനക്ക് നിൻ്റെ വഴി, ഗുഡ് ബൈ എന്ന് പറയും. ഗുഡ് ബൈ പറയുന്നതിനോടൊക്കെ പറയണം മക്കളെ. പത്രോസ്, പൗലോസും ബർന്നബാസും ഗുഡ് ബൈ പറഞ്ഞു. 2 തിമോത്തി 4:10 എന്തെന്നാൽ ഈ ലോകത്തോടുള്ള ആസക്തി മൂലം ദേമാസ് എന്നെ വിട്ട് തെസ്സലോനിക്കായിലേക്ക് പോയിരിക്കുന്നു. അണ്ണൻ വണ്ടി വിട്ട്. പൗലോസ് എന്താ പറഞ്ഞത്? സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം എന്ന്. അത് പൗലോസിൻ്റെ വേർഷനാണ്, വെളിപാടാണ്. പക്ഷേ സംടോടെ ബൈബിൾ മൊത്തം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? സ്നേഹത്തിൻ്റെ അപ്പുറത്ത് സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹത്തെ ബേസ് ചെയ്തുകൊണ്ട്, സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസത്തെ ബേസ് ചെയ്തുകൊണ്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് സ്നേഹമുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനും എന്നല്ല ഈശോ പറഞ്ഞത്. ഞാൻ വന്നിരിക്കുന്നവർക്ക് കൃപയുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണ്. ജീവൻ എന്ന് വെച്ചാൽ കൃപയല്ലേ? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ കിട്ടിയിരിക്കുന്നു. അപ്പം കൃപയാണ് ലക്ഷ്യം. അപ്പോൾ ദൈവത്തിൻ്റെ ആധ്യാത്മിക പരിചരണത്തിൻ്റെ പരിശീലനത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ആത്മാവിലെ കൃപയെ ആർജിപ്പിക്കുക എന്നുള്ളതാണ്. എംപവർ ചെയ്ത കൃപ കൊണ്ട് നമ്മൾ ശക്തിപ്പെടുത്തുക. ആ ഉദ്ദേശത്തിൽ വേണം നിങ്ങൾ കർത്താവിൻ്റെ ഒരു ചേട്ടത്തടിക്കുന്നതിന് മറു ചേട്ടൻ കാണിച്ചു കൊടുക്കണം. നിങ്ങൾ ചണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നവന് മേലെ കൂടി വിട്ടുകൊടുക്കണം. ഒരു മൈൽ പോകാൻ ആഗ്രഹിക്കുന്നവൻ്റെ കൂടെ 2 മൈൽ പോകണം എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം, അതിൻ്റെ മുഴുവൻ കർത്താവിൻ്റെ പ്രബോധനങ്ങളുടെ അടിസ്ഥാനം എന്താണ്? At any cost, at any lost, receive the grace. ഇത് ഗ്രേസിൻ്റെ കാലമാണ്, കൃപയുടെ യുഗമാണ്, കൃപയുടെ കാലഘട്ടമാണ്. 2 കാലങ്ങളിലാണ് ദൈവം